എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും നല്ല ഒരു ദിവസമാണ്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങാം. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 7-ാം തീയതി 23/11/2025. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും അവധിയിലൊക്കെ ഇരിക്കുന്ന ദിവസമാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനത്തിലും ഇരിക്കുന്ന വ്രത മാസക്കാലത്ത്, മണ്ഡലകാലത്ത് നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറിലെ ഫലങ്ങൾ നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ, മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം വിജയം കൈവരിക്കാവുന്നൊരു ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് പൊതുവെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി, സംഘർഷങ്ങളെല്ലാം ഒതുങ്ങി ഒരുവിധം ശാന്തമാകുന്ന ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും വിവാഹ കാര്യങ്ങൾ നിശ്ചയിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അവരുടെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകാനും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനും ഒക്കെയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സഹോദരങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിവൃദ്ധി അറിഞ്ഞിട്ട് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈകുന്നേരത്തോടുകൂടി ശരീരഭാരം വർദ്ധിക്കുകയും പ്രഷർ, ഷുഗർ മുതലായവയുള്ളവർക്ക് അത് അധികരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ആഹാര രീതിയിൽ ചിട്ട ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. ഗ്യാസ് മൂലമുള്ള അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുള്ള അസുഖങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇതൊഴിച്ചാൽ ബാക്കി എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഗുണാധിക്യമുള്ളൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വിവാഹ തീരുമാനങ്ങൾ എടുക്കുവാനും സ്ത്രീയും പുരുഷനും കൂടെ വിവാഹത്തിന് പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുവാനും അനുകൂലമാകാനും ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പുതിയ ബിസിനസ്സുകളിൽ ഏർപ്പെടാനായിട്ട് പുതിയ സംരംഭകരുമായി കൂടിച്ചേരുവാനും ചർച്ചകൾ നടത്താനുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നു. പല കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടും വരുന്നു. ഇതൊഴിച്ചാൽ ബാക്കി എല്ലാവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ സഹകരണവും സന്തോഷവും ഒക്കെ കൂടെ, സ്നേഹാദരങ്ങളും ഒക്കെ കൊണ്ട് ആത്മവിശ്വാസം കൂടാൻ സാധ്യതയുണ്ട്. വൈകാരികമായ ചില പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. ആശ്വാസകരമായ സഹായഹസ്തങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക്, ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നവർക്ക് ഓൺലൈനാണ്. ഇന്ന് അവധിയായതുകൊണ്ട് ഓൺലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ സംസാരിക്കുവാനും ഉന്നതന്മാരുമായി ചർച്ച ചെയ്ത് ഉത്തമമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശാന്തമായ ഒരു ദിവസമായിരിക്കും. ആലസ്യത്തിൻ്റെ ദിവസമായിരിക്കും. എന്നാൽ തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഇന്ന് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കഴുത്തിന് വേദന, കാലുവേദന തുടങ്ങിയ വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും തേയ്മാനത്തിൻ്റെ അസുഖമുള്ളവർക്കുമൊക്കെ ഇന്ന് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു. വീടൊക്കെ വൃത്തിയാക്കുന്ന ദിവസമാണല്ലോ പൊതുവെ എല്ലാവർക്കും ഞായറാഴ്ച. അപ്പോൾ ഇന്ന് അധ്വാനം
കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമാണ് ഉള്ളെങ്കിലും ചില ദോഷങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുവാനും മാനഹാനി സംഭവിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വഴക്കുകളുണ്ടാകാനും സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുള്ളതാണെങ്കിലും അലച്ചിലുള്ള യാത്രയും അലച്ചിലുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷകളുണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക പിരിമുറുക്കങ്ങളും ബന്ധുമിത്രാദികളുമായി ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കുക. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനാവശ്യ കാര്യങ്ങൾക്ക് ചർച്ച ചെയ്ത് വഴക്കിൽ കലാശിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുട്ടികളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും ചില മാനസിക സംഘർഷം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകേണ്ടതാണ്. ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അഗ്നിയിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് പൊള്ളലോ വെള്ളം തിളച്ച് വീഴുക അങ്ങനെയൊക്കെയുള്ള പൊള്ളലോ മുറിവോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം അത്ര തന്നെ മോശമായിരിക്കുകയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ വളരെ നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അലച്ചിലിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന ദിവസമായിരിക്കും. വസ്തുസംബന്ധമായ ചർച്ചകൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉള്ളത് അലസിപ്പിഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം അതിന് യോജിച്ചതല്ല. ചില കന്നുകാലികളെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കൃഷിക്കാർക്കും ഇന്നത്തെ ദിവസം അനുകൂലമല്ല. ഇന്ന് കായികമായി ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. അവർക്ക് ഏറ്റെടുത്ത ജോലിയൊക്കെ പൂർത്തിയാക്കി സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കില്ല. ഉച്ചവരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് ഒരു മനോബലം വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ദൂരയാത്ര ചെയ്യുവാനും യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുവാനും വൈകുന്നേരത്തോടു കൂടി ചില അസുഖങ്ങൾ വരാനുമൊക്കെ സാധ്യതയുണ്ട്. അത്യാവശ്യമെങ്കിൽ വൈദ്യസഹായം തേടാം. ശനിയാഴ്ച ദിവസം ആദ്യമായി ചികിത്സയ്ക്ക് പോകുന്നത് അത്ര ഉചിതമായ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് സഹിക്കാവുന്ന അസുഖങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുള്ളവർക്ക് ഇന്ന് ഞായറാഴ്ച ഡോക്ടറെ കാണാനും വൈദ്യസഹായം തേടാനുമൊക്കെ നല്ലൊരു ദിവസമായിരിക്കും. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവമാണ് ഉണ്ടാവുക. എന്നാൽ യൂണിഫോം ഇട്ട ജോലി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിടത്ത് ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇന്ന് വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ശാരീരികമായ അലച്ചിലും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുകയും ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാനുമൊക്കെ സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ആരോഗ്യപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ അടുത്ത് പോകാനും അല്ലെങ്കിൽ സന്താനങ്ങളുടെ സമാഗമം കൊണ്ട് സന്തോഷിക്കാനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ളൊരു ദിവസമാണ്. വാദം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചില പകർച്ചവ്യാധികൾ വന്ന് പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രി സന്ദർശനങ്ങൾ അതുപോലെയുള്ള രോഗികളെ സന്ദർശനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില കലഹങ്ങൾക്കും സാധ്യത കാണുന്നതുകൊണ്ട് ഓരോ പടിയും ശ്രദ്ധിച്ചു പോവുക. എടുത്തുചാട്ടം
സ്വഭാവമുള്ളവർക്ക് തീർച്ചയായിട്ടും ആത്മസംയമനം പാലിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. വളരെ ദൂരേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാലം, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ലെങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില പ്രതീക്ഷകൾ വന്ന് ഭവിക്കുന്നതാണ്. ധനസഹായം ലഭിക്കാമെന്ന് ഏറ്റിരുന്ന സ്ഥലത്ത് നിന്ന് വിപരീതമായ ഒരു മറുപടി ലഭിച്ചിട്ട് മനസ്സ് അസ്വസ്ഥമാകാനായിട്ട് സാധ്യതയുണ്ട്. സമാധാനിക്കുക, പ്രാർത്ഥിക്കുക. അടുത്ത ദിവസങ്ങളിൽ അത് സാധ്യമാകുന്നതാണ്. കുട്ടികളുടെ ഉദ്യോഗ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനും സാധ്യത കാണുന്നു. ശാരീരിക ആരോഗ്യം കുറഞ്ഞവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി പടികൾ കയറേണ്ടതും അതേപോലെ തന്നെ വഴുക്കലുള്ള സ്ഥലം, ബാത്റൂം ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി പോകേണ്ടതൊക്കെ അത്യാവശ്യമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരട്ടാതി, മുക്കാല്. ചില ശാരീരിക ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വിലക്കങ്ങൾ, നടുവ് വിലക്കം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്ത് വേദന അധികരിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷ്മത കുറവുള്ളവർക്ക് വളരെയധികം അപകടങ്ങളും അനർത്ഥങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് കഠിനമായ ഈശ്വര പ്രാർത്ഥന ആവശ്യമാണ്. ദേവീക്ഷേത്രങ്ങളിലും അതുപോലെ ശാസ്താക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ ശിവഭക്തരായുള്ളവർ ശിവക്ഷേത്രത്തിൽ പോയി 7 പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെ അനുകൂലമായി കാണുന്നുണ്ട്. കായികമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ മത്സരങ്ങളിൽ വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷ വരാനും ഒക്കെ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായ പ്രതീക്ഷയുള്ള ഒരു അനുകൂലമായൊരു സംഭവം ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. എന്നാലും ഉച്ചവരെയാണ് ദോഷപ്രദമായ കാര്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അടുപ്പ്, ഗ്യാസ്, ആയുധങ്ങൾ, വീട്ടിലെ റിപ്പയറുകൾ ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ ചെറിയ അപകട സൂചന കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ശേഷം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശ സഞ്ചാരികൾക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ജന്മശനി കാലമായതിനാൽ ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക. ശബരിമലയ്ക്ക് പോകാനുള്ള തീരുമാനമെടുക്കാനൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അതേപോലെ ശാസ്ത പ്രാർത്ഥനയും എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് വീടിൻ്റെ പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്നും ജപിക്കുന്നത് വളരെ അനുകൂലമായൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. മറ്റു ചില കാര്യങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അതേപോലെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഭവനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, അതായത് രഹസ്യാന്വേഷണ മേഖലയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൈബർ സെക്യൂരിറ്റി മേഖലകളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വെല്ലുവിളിയായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ.